24 hours ഒരു 20 minutes നമുക്ക് വേണ്ടി മാറ്റി വെച്ചാലോ. ആദ്യം തന്നെ പേജിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു മെയിൻ ലൈൻ വരച്ച് പേജിനെ 2 ഈക്വൽ ഹാഫ്സ് ആക്കാം. ഇനി ഈ 2 ഹാഫ്സും ഏകദേശം ഈക്വലായി തന്നെ മാർക്ക് ചെയ്ത് അതിൽ നിന്ന് ഒരേപോലെ ലൈൻസ് വരച്ച് തുടങ്ങാം. ഞാനിവിടെ റെഡ് തൊട്ട് വയലറ്റ് വരെയുള്ള കളേഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഇന്ന കളേഴ്സ് തന്നെ ചൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് എടുത്താൽ മതി. ഇനി ഓരോ സെക്ഷനിലും ഈ കർവ്ഡ് പാറ്റേൺസ് വരച്ചു തുടങ്ങാം. upon red, upon orange, upon yellow, green, pink, blue and violet. പേജിൻ്റെ ഹാഫ് ഓഫ് ദ സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന രീതിയിലും മറ്റേ ഹാഫ് സൈഡിലേക്ക് റൈറ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന രീതിയിലുമാണ് പാറ്റേൺസ് ഫിൽ ചെയ്യേണ്ടത്. പാറ്റേൺസ് ഓൺ റെഡ്, പാറ്റേൺസ് ഓൺ ഓറഞ്ച്, ഓൺ യെല്ലോ, ഓൺ ഗ്രീൻ, പിങ്ക്, ബ്ലൂ ആൻഡ് വയലറ്റ്. പാറ്റേൺസ് ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം പേജ് കംപ്ലീറ്റ് ആയത് ഇതുപോലെ ഇരിക്കും. ഇതിനൊക്കെ ഇടയിലുള്ള ഗ്യാപ്സൊക്കെ ബ്ലാക്ക് വെച്ച് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നതോടെ കളേഴ്സൊക്കെ ഒന്ന് പോപ്പപ്പ് ആകും. ഷേപ്സിനൊരു ഡെപ്തും കൂടെ കിട്ടുന്ന പോലെ തോന്നും. ഇനി ഓരോ കളേഴ്സിൻ്റെയും തൊട്ട് ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പാറ്റേൺസിൻ്റെ എഡ്ജിൽ ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ തന്നെ ഒരു റിഫ്ലക്ഷൻ പോലെയുള്ള എഫക്റ്റ് ഒക്കെ കിട്ടും. ഫൈനലി വൈറ്റ് പെൻ എടുത്തിട്ട് ഓരോ പാറ്റേൺസിലും ചെറിയ ഹൈലൈറ്റ്സ് കൊടുത്തു. ഇപ്പോൾ ഒരു ഗ്ലോസി ഫിനിഷൊക്കെ വരുന്നത് പോലെ തോന്നും. പക്ഷേ സത്യത്തിൽ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആർട്ട് വർക്കിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത് നമുക്ക് ബ്രെയിനിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 പാറ്റേൺസ് വരയ്ക്കുന്നു, 2 കളേഴ്സ് ഫില്ല് ചെയ്യുന്നു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബ്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 100 കാര്യങ്ങളിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് കിട്ടും അല്ലേ? ഫോൺസ് സ്ക്രോൾ ചെയ്യേണ്ട, നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യേണ്ട, മൾട്ടി ടാസ്ക് ഒന്നും ചെയ്യേണ്ട. 24 hours വെറും 20 minutes നമുക്കൊന്ന് ഫുൾ റീസെറ്റ് ആവാൻ വേണ്ടി മാത്രം. ഫോളോ ഫോർ മോർ ക്രിയേറ്റീവ് കണ്ടന്റ്.